Our job, the Congress and the UDF's job, is to protect the Constitution and to protect the democratic structure of India. കോൺഗ്രസിന്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും ഉത്തരവാദിത്വം ഈ നാടിന്റെ ജനാധിപത്യ സംവിധാനങ്ങളെ സംരക്ഷിച്ചു പിടിക്കുക എന്നുള്ളതാണ്. And the Constitution protects the rights of every single Indian, regardless of his religion, the state he comes from, the language he speaks, the culture he is part of. നമ്മൾ ശക്തിപ്പെടുത്തേണ്ടതും സംരക്ഷിക്കേണ്ടതുമായിട്ടുള്ള ഭരണഘടനയാണ് ഇന്ത്യയിലെ ഓരോ ജനങ്ങളുടെയും ആത്മാവിനെ കാക്കുന്നത്. അവർക്ക് ഈ നാട്ടിൽ ജീവിക്കാനുള്ള അവകാശത്തെ, അവർക്ക് ഇഷ്ടപ്പെട്ട വിശ്വാസത്തെ മുറുകെ പിടിക്കാനുള്ള അവകാശത്തെ, അവർക്ക് വേണ്ട ഭാഷ സംസാരിക്കാനുള്ള അവകാശത്തെ, അവരുടെ അവകാശങ്ങളെ കാക്കുന്നത് ഭരണഘടനയാണെങ്കിൽ ആ ഭരണഘടനയുടെ സംരക്ഷണം ഇവിടുത്തെ കോൺഗ്രസിന്റെയും UDFന്റെയും ഉത്തരവാദിത്തമാണ്. And it is our duty to protect every single voice in this country, regardless of what religion it is, regardless of what caste it is, regardless of what language it is, regardless of how old she is or he is. This is our sacred duty. മതമേതാവട്ടെ, ജാതി ഏതുമാവട്ടെ, സംസാരിക്കുന്ന ഭാഷ വ്യത്യസ്തമാവട്ടെ, അതുപോലെ തന്നെ അവരുടെ പ്രായമോ ലിംഗമോ ഏതുമാവട്ടെ, എത്ര പാവപ്പെട്ടവനാണെങ്കിലും അല്ലെങ്കിലും ഈ നാട്ടിലെ ഓരോ ശരാശരിക്കാരന്റെയും ശബ്ദത്തെ, ആ ശബ്ദത്തെ സംരക്ഷിച്ചു പിടിക്കുക എന്നുള്ളത് നമ്മുടെ ജോലിയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. We will never decide citizenship on the basis of caste, religion or language. ഈ നാടിന്റെ പൗരന്റെ മേൽ വിഭാഗീയതയുടെ ഒരു അജണ്ടയും നമ്മൾ നടപ്പിലാക്കില്ല. അതിന് മതത്തിന്റെ വേർതിരിവുകൾ ഉണ്ടാവില്ല, അതിന് സംസാരിക്കുന്ന ഭാഷയുടെ അന്തരവും ഉണ്ടാവില്ല. We will decide citizenship based on the idea of India, nothing less. ഒരു കാര്യം ഉറച്ചു പറയുന്നു, ഇന്ത്യയുടെ പൗരത്വത്തിന്റെ മാനദണ്ഡം ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ആശയങ്ങളായിരിക്കും, മറ്റൊന്നുമായിരിക്കില്ല. And thank you. नफरत के बाजार में आप सब मोहब्बत की दुकान खोलते हो. Thank you. ഹൃദയം നിറഞ്ഞ നന്ദി. വെറുപ്പിന്റെ ഈ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട നമുക്ക് ഒരുമിച്ച് തുറക്കാം.